Hi students, welcome to our next session. In this session, we can discuss about the term unemployment. It is the crucial problem faced by our country. Then we can discuss about more detail about the unemployment. Unemployment refers to a situation in which the workers who are capable of working and willing to work but do not get employment. This is the situation of unemployment. Unemployment refers to a situation in which the workers they are ready to work but they may not get opportunities. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ വർക്കേഴ്സ് ആർ റെഡി ടു വർക്ക് പക്ഷെ അവർക്ക് വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ അല്ല. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പറയുക അൺഎംപ്ലോയ്മെന്റ്. വർക്കേഴ്സ് ആർ റെഡി ബട്ട് ഓപ്പർച്യൂണിറ്റീസ് ആർ നോട്ട് അവൈലബിൾ. Then types of unemployment. What are the various types of unemployment? Frictional unemployment, structural unemployment, cyclical or Keynesian unemployment, seasonal unemployment. Frictional unemployment, structural unemployment, cyclical or Keynesian unemployment, seasonal unemployment. Frictional unemployment. Frictional unemployment occurs when a worker moves from one job to another. It is the time spent between jobs when a worker is searching for a job or transferring from one job to another. It arises from a gap between one job to another. ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് ഒരു എംപ്ലോയി മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ഗ്യാപ്പ് അതിനെയാണ് നമ്മൾ പറയുക ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ഇറ്റ് ഓക്കേഴ്സ് വെൻ എ വർക്കർ മൂവ്സ് ഫ്രം വൺ ജോബ് ടു അനദർ. ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ബെറ്റർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറുമ്പോൾ വരുന്ന ആ ഒരു ഗ്യാപ്പാണ്. ഇറ്റ് ഈസ് ദ ടൈം സ്പെൻഡ് ബിറ്റ്വീൻ ജോബ്സ് when a worker is searching for a job or transferring one job to another. ഒരു ജോബ് സെർച്ച് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു ജോബ് വിട്ടിട്ട് മറ്റൊരു ജോബ് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഗ്യാപ്പ് ആയിരിക്കാം. ഓർ ഇറ്റ് മേ ട്രാൻസ്ഫർ ഫ്രം വൺ ജോബ് ടു അനദർ. അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് വരുമ്പോൾ വരുന്ന ആ ഒരു ഗ്യാപ്പ് ആയിരിക്കാം. എനിവേ ദിസ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. ദ നെക്സ്റ്റ് വൺ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. Structural unemployment arises when the qualification of a person is not enough to meet his job responsibilities. The skills of a person is not enough to meet the job responsibility. This is a situation of structural unemployment. Structural unemployment എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സന്റെ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ് ഈസ് നോട്ട് റിക്വയർഡ് ടു മീറ്റ് ദ ജോബ് റെസ്പോൺസിബിലിറ്റി. ആ ജോബിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് അയാളുടെ കഴിവുകൾ മാച്ച് ചെയ്യുന്നുണ്ട് ഇല്ല എങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. എംപ്ലോയിയുടെ സ്കിൽസും ജോബിന്റെ റിക്വയർമെന്റ്സും തമ്മിൽ മിസ്മാച്ച് വരുമ്പോഴാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. ദ നെക്സ്റ്റ് വൺ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. സൈക്ലിക്കൽ ഓർ ഡിമാൻഡ് ഡെഫിഷ്യന്റ് അൺഎംപ്ലോയ്മെന്റ് ഒക്കേഴ്സ് വെൻ ദ ഇക്കണോമി ഈസ് ഇൻ നീഡ് ഓഫ് ലോ വർക്ക് ഫോഴ്സ്. ഇപ്പോൾ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് വർക്കേഴ്സിന് ആവശ്യം വരില്ല. ഇൻ സം സിറ്റുവേഷൻസ് ദ ഇക്കണോമി ഈസ് ഇൻ നീഡ് ഓഫ് ലോ വർക്ക് ഫോഴ്സ്. വളരെ കുറച്ച് വർക്കേഴ്സിനെ മതിയാവും. ദ ഡിമാൻഡ് ഫോർ ലേബർ ഇൻക്രീസസ് വിത്ത് ദ ഇക്കണോമി ഇൻ ദ ഗ്രോത്ത് ഫേസ്. എല്ലാം ഗ്രോ ചെയ്യുന്ന സമയത്ത് economy needs the demand for labor increases with the economy in the growth phase. Growth phase വരുമ്പോൾ ലേബേഴ്സ് കൂടുതലായിട്ട് ആവശ്യം വരും. Then again the economy passes through depression. അടുത്ത ഒരു ഘട്ടം ഡിപ്രഷൻ ഘട്ടത്തിലേക്ക് ഇക്കണോമി കടന്നു കഴിഞ്ഞാൽ ലേബറിന്റെ ഡിമാൻഡ് നമ്മളുടെ കുറയും. ഡിപ്രഷൻ മീൻസ് എല്ലാം താഴ്ന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇക്കണോമിയിൽ. അപ്പൊ അങ്ങനെ ഡിപ്രഷൻ വരുമ്പോൾ വേണ്ടത്ര പ്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. എല്ലാത്തിൻ്റെയും പ്രൈസിലൊക്കെ വേരിയേഷൻസ് വരും. അറ്റ് ദാറ്റ് ടൈം വി കാൻ മെയിൻറ്റെയിൻ ഓൾ ദി ലേബർ ഫോഴ്സ്. ഡിമാൻഡ് ഫോർ labor force decreases and the extra workers are released as the unemployed labor force. അപ്പോൾ ഈ ഡിപ്രഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള വർക്കേഴ്സിനെയൊക്കെ നമ്മൾ ഒഴിവാക്കും. ദിസ് ഈസ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. Then seasonal unemployment. Some production facilities may arise only on a seasonal basis. Seasonal unemployment occurs when an occupation is not in demand at certain seasons. അപ്പോൾ സീസണൽ അൺഎംപ്ലോയ്മെന്റിൽ പറയുന്നത് ചില സീസണുകളിൽ അവർ എംപ്ലോയ്മെന്റ് ആവശ്യമായിട്ട് വരില്ല. പ്രൊഡക്ഷൻ നടക്കുന്ന ആ സീസണിൽ മാത്രമാണ് എംപ്ലോയീസിന് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പം അതിനെയാണ് നമ്മൾ പറയുക സീസണൽ അൺഎംപ്ലോയ്മെന്റ് ഓക്കേഴ്സ് വെൻ ആൻ ഓക്യുപ്പേഷൻ ഈസ് നോട്ട് ഇൻ ഡിമാൻഡ് അറ്റ് സർട്ടൈൻ സീസൺ. എല്ലാ സീസണിലും ഒരുപോലെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ചില സീസണുകളിൽ നമുക്ക് വർക്കേഴ്സിന്റെ ഡിമാൻഡ് ഇല്ല അല്ലെങ്കിൽ ഓക്യുപ്പേഷൻ ഇല്ല എങ്കിൽ നമ്മൾ അവർക്ക് ആ സമയത്ത് എംപ്ലോയ്മെന്റ് ഉണ്ടാവില്ല. ഒരു സിറ്റുവേഷൻ ആണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്.
Then what are the various causes of unemployment? എങ്ങനെയാണ് ഇങ്ങനെ ഒരു അൺഎംപ്ലോയ്മെന്റ് വരുന്നത്? First one, high population growth. Population pressure is increasing in our country. It is fast in India. Jobs are failing to keep pace with the population. അപ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാകുന്നില്ല. അതാണ് ഫസ്റ്റ് റീസൺ. ഹൈ പോപ്പുലേഷൻ ഗ്രോത്ത്. Population are increasing day by day, but our opportunities are very low. Absence of employment opportunities. We have already discussed that employment opportunities are low in our country. This is a cause of unemployment. Then seasonal employment. We have already seen seasonal employment. Some factories may conduct production only on seasonal basis. At that time, they can provide more employment. Other times, they lacks the production and reduce the number of workers. Then inappropriate technology. India uses inappropriate technology. Laborers are more available in our country, but labor intensive technology is not used both in agriculture and industry. നമുക്കറിയാം നമ്മളുടെ രാജ്യത്ത് ലേബേഴ്സ് ആർ മോർ, ലേബേഴ്സ് ഒരുപാടുണ്ട്, പക്ഷേ വി കാണ്ട് യൂസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. പക്ഷെ നമ്മുടെ രാജ്യത്ത് പ്രൊഡക്ഷനിലായാലും അഗ്രികൾച്ചറിലായാലും ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ലേബേഴ്സ് കൂടുതൽ വരുന്ന രീതിയിലുള്ള ടെക്നോളജികളൊന്നും അഡോപ്റ്റ് ചെയ്യുന്നില്ല. അത് ഇൻഅപ്രോപ്രിയേറ്റ് ടെക്നോളജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ രാജ്യത്ത് ലേബേഴ്സ് കൂടുതലാണ്, ബട്ട് ദ കൺട്രി കനോട്ട് യൂസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ആസ് ഇൻ ദ കേസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അഗ്രികൾച്ചർ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും അവർ വേണ്ടത്ര ലേബർ ഇൻറ്റൻസീവ്, ലേബറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള മാനുവൽ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ദ ഇൻക്രീസിങ് ടേൺ ഔട്ട് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് മൈഗ്രേറ്റ് ചെയ്ത് അവർ പുറത്തെ യൂണിവേഴ്സിറ്റികളിലാണ് ഗ്രാജുവേഷനും മറ്റുമൊക്കെ എടുക്കുന്നത്. അതും നമ്മുടെ നാട്ടിലെ ഒരു അൺഎംപ്ലോയ്മെന്റിനുള്ള സാധ്യതകളാണ്. സ്ലോ ഡെവലപ്പിംഗ് ഓഫ് ഇൻഡസ്ട്രീസ്. നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രികൾക്കൊക്കെ സ്ലോ ഡെവലപ്പിംഗ് ആണ്. So it reduces or restrict the employment opportunities. Then rural urban migration. Employment opportunities are less in our rural area. നമ്മുടെ റൂറൽ ഏരിയയിലാണെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ബട്ട് അർബൺ ഏരിയ ഓഫേഴ്സ് ഹൈ റേറ്റ് ഓഫ് വേജസ്, സാലറീസ് എക്സെട്ര. പക്ഷെ അർബൺ മേഖലയിലേക്ക് കടക്കുമ്പോൾ അവർ ഒരുപാട് വേജും സാലറിയും ഒക്കെ ഓഫർ ചെയ്യുന്നു. സോ പീപ്പിൾ ഫ്രം റൂറൽ ഏരിയ മൈഗ്രേറ്റഡ് ഇൻ ടു അർബൺ ഏരിയ. സോ ദിസ് ലീഡ്സ് ടു rural urban migration. What are the cost or effects of unemployment? ഇങ്ങനെ ഒരു അൺഎംപ്ലോയ്മെന്റ് വന്ന ആരെയാണ് അത് ബാധിക്കുക? ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ സഫർ എ ലോട്ട് ഫ്രം അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് വഴിയായി ഇൻഡിവിജ്വലിന് ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്യേണ്ടി വരുന്നത്. ആർ നോട്ട് ഏബിൾ ടു ഏൺ മണി ടു മീറ്റ് ദെയർ ഫിനാൻഷ്യൽ നീഡ്സ്. അവർക്ക് അവരുടെ മണി ഏൺ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദേ കാൺ മീറ്റ് ദെയർ ഫിനാൻഷ്യൽ നീഡ്സ്. ഫെയിലിയർ ടു പേ ഇൻസ്റ്റാൾമെന്റ്സ് ഓർ ടു പേ റെന്റ് മേ ലീഡ്സ് ടു ഹോംലെസ്നെസ് ത്രൂ ഇവിക്ഷൻ. അതുപോലെ തന്നെ അവർക്ക് റെന്റൽസും ഇൻസ്റ്റാൾമെന്റ്സും ഒന്നും പേ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസസ് ചാൻസസ് ഓഫ് മാൽന്യൂട്രീഷൻ, ഇൽനെസ്, മെന്റൽ സ്ട്രെസ് ആൻഡ് ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം ലീഡ് ടു ഡിപ്രഷൻ. അൺഎംപ്ലോയ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഴ്സന്റെ ഇടയിൽ ഫാമിലിയിലും ആ പേഴ്സന് മാൽന്യൂട്രീഷൻ, ഹെൽത്ത് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇൽനെസ്, മെന്റൽ സ്ട്രെസ്സുകൾ ഒരുപാട് കൂടും. അങ്ങനെയുള്ള ഒരുപാട് ഡിപ്രഷൻ, ഇതൊക്കെ ഒരു ഇൻഡിവിജ്വലിന് വരുന്ന ഇഫക്റ്റ് ആണ് ഡ്യൂ ടു അൺഎംപ്ലോയ്മെന്റ്. Then a society suffer a lot from unemployment. An economy with higher unemployment is not using all of the resources. അപ്പോൾ നമുക്കറിയാം ലേബർ, മെറ്റീരിയൽ, ലേബർ എക്സെട്ര, these are all used in production. We can say that an economy with high unemployment means that all resources of the society is not utilized. അപ്പോൾ labor is a resource of a society. It is not utilized. We can mean by high unemployment. Unemployment കൂടി എന്ന് പറയുമ്പോൾ ലേബേഴ്സ് ഒന്നും പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിൻസ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ബിലോ ഇറ്റ്സ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഉള്ള കപ്പാസിറ്റിയുടെ താഴെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് കുഡ് ഹാവ് ഹയർ ഔട്ട്പുട്ട് ഇഫ് മോർ പീപ്പിൾ ആർ യൂസ്ഫുള്ളി എംപ്ലോയിഡ്. ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ അവരെ ഈ ലേബേഴ്സിനെയൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ്ഫുള്ളി നമ്മൾ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ അച്ചീവ് ഹയർ ഔട്ട്പുട്ട്. Then measurement. How to measure the unemployment rate? Unemployment rate is equal to unemployed workers divided by total labor force into 100. Unemployed workers divided by total labor force into 100. എത്ര പേരാണ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളത്? ഡിവൈഡഡ് ബൈ ടോട്ടൽ വർക്ക് ഫോഴ്സ് ഇൻറ്റു 100.
Then what are the solution we can provide to unemployment, or what are the remedial measures undertaken by the government to reduce unemployment? ഗവൺമെന്റ് എന്തെല്ലാം മെഷേഴ്സ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എന്തെല്ലാം സൊല്യൂഷൻസ് ആണുള്ളത്? ഫസ്റ്റ് വൺ, റൂറൽ വർക്ക്സ് പ്രോഗ്രാം. This program is to provide employment opportunities to rural people. Rural people ന് employment opportunity കൊടുക്കാനുള്ള ഒരു സ്കീമാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് റൂറൽ വർക്ക്സ് പ്രോഗ്രാം. Then encouragement to small enterprises as against big enterprises. Encourage ചെയ്യുക for starting small enterprises. ചെറിയ enterprises സ്റ്റാർട്ട് ചെയ്യാനായിട്ട് encourage ചെയ്യാം. Marginal farmers and agricultural laborers program. We can call it as MEAL. MEAL, MEAL. Marginal farmers and agricultural labor program. Through this, it can provide subsidized credit facilities to families, marginal farmers and agricultural laborers. Credit facilities ഒക്കെ ഓഫർ ചെയ്യുന്ന ഒന്നാണ് MEALS, marginal farmers and agricultural labor program. Then area development program is referred to meant for developing the rural area by providing or constructing roads, bridges, etc. In order to develop a rural area, the area development program can build bridges, canals, roads, etc. അപ്പോൾ റൂറൽ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റോഡ്സും ബ്രിഡ്ജസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. Then encouragement of new growth centers in small towns and rural areas. New growth centers small townsലും rural areasലൊക്കെ encourage ചെയ്യുക. Subsidies on the basis of employment. Subsidies കൊടുക്കുക എംപ്ലോയ്മെന്റിന്റെ ബേസിൽ. Then reorientation of education policy. Education policyയിൽ ഒരു reorientation ചെയ്യാം. Then TRISEM means training of rural youth or self-employment. Training of rural youth for self-employment. TRISEM to give training to rural youth. Then other programs are Nehru Rozgar Yojana, NRY, Nehru Rozgar Yojana, Jawahar Rozgar Yojana, GRY. Then ZU, self-employment to educated unemployed youth. ZU, self-employment to educated unemployed youth. These are all the measures taken by government to eliminate the unemployment. Then what is the term underemployment? Underemployment is used to describe those who take part-time jobs but are seeking full-time jobs, or those who take jobs below their capacity. People with education and skill accept unskilled jobs rather than remaining unemployed. Underemployment എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ളൊരു സിറ്റുവേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് people are accept some jobs. They are engaged in part-time jobs, but they are seeking for full-time jobs. Then underemployment എന്ന് പറയുന്നത് ആരൊക്കെയാണോ പാർട്ട് ടൈം ജോബ്സ് ചെയ്യുന്നത് ബട്ട് ദേ ആർ സീക്കിംഗ് ഫുൾ ടൈം ജോബ് എംപ്ലോയ്മെന്റ്. അവർക്ക് ഫുൾ ടൈം ജോബ് എംപ്ലോയ്മെന്റ് ആണ് അവർക്ക് ആവശ്യം, പക്ഷെ ഒന്നുമില്ലാത്തതിന് പകരമായിട്ട് അവർ എന്ത് ചെയ്യാണ്, പാർട്ട് ടൈം ജോബുകൾ ചെയ്യാണ്. അതാണ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, സോ ദേ ആർ എൻഗേജ്ഡ് ഇൻ പാർട്ട് ടൈം ജോബ്സ്. ഫുൾ ടൈം ജോബ്സ് ആർ നോട്ട് അവൈലബിൾ ടു ദം. ഓർ ദോസ് ഹു ടേക്ക് ജോബ്സ് ബിലോ ദെയർ കപ്പാസിറ്റി. ഉള്ള കപ്പാസിറ്റിയേക്കാൾ കുറഞ്ഞ കഴിവിൽ, ഇപ്പോൾ നല്ല കഴിവുള്ള ആൾ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ആളുകൾ പോയിട്ട് ഒരു ലോ ഡിവിഷൻ ക്ലർക്കിന്റെ ജോലി ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അവർക്ക് കഴിവുണ്ട്, പക്ഷെ എന്നിട്ടും അവർ ചെയ്യുന്നത് ചെറിയൊരു ജോലി എന്നൊക്കെ നമ്മൾ പറയില്ല. ആ ഒരു സിറ്റുവേഷൻ ആണ് അണ്ടർ എംപ്ലോയ്മെന്റ്. പീപ്പിൾ വിത്ത് ഹൈ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽസ് ആക്സെപ്റ്റ് അൺസ്കിൽഡ് ജോബ്. നല്ല കഴിവുള്ള എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾ, സ്കില്ലുള്ള ആളുകൾ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകൾ കിട്ടാതെ വരുമ്പോൾ, ജോലി കിട്ടാതെ വരുമ്പോൾ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകളെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് നമ്മൾ പറയാം. What do you mean by full employment? It is the situation where all available resources in the economy are employed to produce
ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഇക്കണോമി അതിന്റെ എല്ലാ റിസോഴ്സസും, മെൻ, മണി, മെറ്റീരിയൽ, ഓൾ ആർ എംപ്ലോയ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എല്ലാവരും ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാണ്. മണി ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, മെറ്റീരിയൽ ആയിക്കോട്ടെ, എല്ലാം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാണ്. ഓപ്പർച്യൂണിറ്റീസ് ആർ മോർ ടു ലേബേഴ്സ്. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പറയുക ഫുൾ എംപ്ലോയ്മെന്റ്. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ദാറ്റ് ഈസ് ഓൾ അവൈലബിൾ resources of the economy are employed to produce goods and services. This is full employment. Thank you all.